സുഭാഷ് സുനന്ദയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് അവളിങ്ങോട്ട് വരില്ലല്ലോ, അതോർക്കുമ്പോഴൊരു വിഷമം. ഇത് കേട്ടിട്ട് നിധിയും ഇങ്ങനെ കരയാണ്. ആണുങ്ങൾ കരയാൻ പാടില്ല. കരയുകയാണെങ്കിൽ വീട്ടിൽ ഒരമ്മ വേണം, അല്ലെങ്കിൽ പെങ്ങന്മാരാരെങ്കിലും വേണം. ഇപ്പോൾ നീ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ കരഞ്ഞത്. ഇല്ല, ഇനി ഞാൻ കരയില്ല. ഞാൻ വീണുപോയാൽ എൻ്റെ മക്കൾക്ക് ആരും ഇല്ലാതാവും. നിധി സുഭാഷിന് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടു കൊടുക്കും. സുഭാഷിനോട് പറയും, സുഭാഷ് ഏട്ടാ ഒന്ന് വിശ്രമിക്ക്. സുഭാഷ് ഒരു വേണ്ട മോളെ, ഞാൻ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ചപ്പാത്തിയോ പൂരിയോ എന്താ വേണ്ടത്? നിധി പറയും, ഇപ്പോൾ സുഭാഷ് ഏട്ടനൊന്നും ചെയ്യണ്ട. സുഭാഷിനോട് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറയും. നിധി എന്നിട്ട് അടുക്കളയിലേക്ക് പോവാണ്. സുഭാഷ് അകത്ത് പോയി കിടക്കുമ്പോൾ മനസ്സ് മുഴുവൻ സുനന്ദയാണ്. സുനന്ദ പറയുന്ന ഓരോ കാര്യങ്ങളും സുഭാഷിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. നിധിയുടെ കൈ തട്ടി അവിടെ ഒരു പാത്രം വീഴുമ്പോൾ സുഭാഷ് അടുക്കളയിലേക്ക് ഓടി വരികയാണ്. വെള്ളം ചിന്തിയെ കാണുമ്പോൾ സുഭാഷ് പറയും, മോൾ അവിടെ നിന്നോ, ഞാൻ ചെയ്തോളാം. നിധി വരും, സുഭാഷ് ഏട്ടൻ പോയി വിശ്രമിച്ചോ, ഞാൻ ചെയ്തോളാം ഓക്കെ. സുഭാഷ് അവിടെയൊക്കെ തുടക്കുകയാണ്. എന്നിട്ട് പാല് തിളപ്പിക്കും. സുഭാഷ് കരഞ്ഞ കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നിധി പറയും, അത് നന്നായി. അത് മൂടി വെച്ചിരുന്നെങ്കിൽ മനസ്സിൽ വല്ലാത്ത ഭാരമായിരുന്നേനെ. ഏട്ടനകത്ത് വെച്ചില്ലേ, ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം. നിധി ചായ ഉണ്ടാക്കി സുഭാഷിന് കൊണ്ടു കൊടുക്കുകയാണ്. സുഭാഷ് പറയും, നല്ല ചായ. ആ സമയത്ത് വീട്ടിലേക്ക് നികേഷ് കൂടെ വരും. നികേഷിന് സുഭാഷിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നികേഷ് ചോദിക്കും, എന്താ ഏട്ടാ പറ്റി? നിധി പറയും, സുഭാഷ് ഏട്ടനൊരു ചെറിയ തലവേദന. നീ ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട. സുഭാഷ് ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമറായിട്ടുള്ള ആ പെണ്ണ് പറയും, എന്തൊരു ട്രാഫിക്കല്ലേ. അറിയുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഈ ഊടുവഴിയിലൂടെയൊക്കെ പോകാൻ സമ്മതിച്ചത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ. സുധി പറയും, അത് ശരിയാ. 1% കുഴപ്പക്കാരുള്ളൂ. അവർ കാരണം ഞങ്ങളെപ്പോലുള്ളവർക്കും കൂടി ചീത്തപ്പേരാവും. ആ സമയത്ത് നിധി സുധിയെ ഫോൺ വിളിക്കുകയാണ്. നിധി ചോദിക്കും, സംസാരിക്കാൻ പറ്റുമോ? സുധി പറയാം, നിധി പറഞ്ഞോ. നിധി സുഭാഷ് കരഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. സുധി പറയും, നല്ല രാസനം സുഭാഷ് ഏട്ടന് കിട്ടിയതല്ലേ, സുഭാഷ് ഏട്ടൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ. നിധി പറയും, അവരുടെ അച്ഛനും അമ്മയൊക്കെ അവരുടെ വിഷമം പറഞ്ഞ് കരഞ്ഞു കാണും. അതാ സുഭാഷ് ഏട്ടന് മനസ്സലിഞ്ഞത്. ഞാൻ ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതും പറഞ്ഞ് നിധി ഫോൺ വയ്ക്കും. കസ്റ്റമർ വയ്ക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ത്രീയേ ഇല്ല, അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. കസ്റ്റമർ പറയും, അതൊരു ഭാഗ്യമാണ്. സുധി പറയും, അതെ. വല്യച്ഛൻ ചായക്കടയിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു സ്കൂട്ടർ നന്നാക്കാൻ വേണ്ടിയിട്ട് ഹരീഷ് അങ്ങോട്ട് വരും. ഹരീഷിനെ കാണുമ്പോൾ വല്യച്ഛൻ പറയും, കല്യാണമൊക്കെ കഴിഞ്ഞു, വലിയ രീതിയിലാണ് കഴിച്ചത്. ഞങ്ങളുടെ കുടുംബം മുഴുവൻ വന്നിരുന്നു. പിന്നെ കുടുംബമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചില അലവലാദികളെ മാത്രം വിളിച്ചില്ല. സദ്യയൊക്കെ പറ്റി വാതോരാതെ സംസാരിക്കുകയാണ്. ചായക്കടക്കാരനും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ചായക്കടക്കാരൻ പറയും, എല്ലാം അടിപൊളിയായിരുന്നു, പക്ഷേ അനിയനെ കുടുംബത്തെ വിളിക്കാത്തത് മോശമായിപ്പോയി. ഇത് കേട്ടിട്ട് വല്യച്ഛൻ ഭാസ്കരനെയും കുടുംബത്തേക്ക് കുറ്റം പറയാണ്. ഇതെല്ലാം കേട്ടിട്ടും ഹരീഷ് അതിനെതിരെ പ്രതികരിക്കാനൊന്നും നിൽക്കില്ല. വല്യച്ഛൻ ഹരീഷിനെ എടാന്നൊക്കെ വിളിച്ചു നോക്കും. ഹരീഷ് പക്ഷേ മൈൻഡ് ചെയ്യില്ല. ചായക്കടക്കാരൻ ചോദിക്കും, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? വല്യച്ഛൻ പറയും, ഇവരെ വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ട് പോയതാ. ഞങ്ങളുടെ മോളുടെ കല്യാണത്തിന് മുന്നേ അവൻ്റെ സുഭാഷിൻ്റെ കല്യാണം നടത്തുമെന്ന്. ചായക്കടക്കാരൻ ചോദിക്കും, അങ്ങനെയുണ്ടായോ? വല്യച്ഛൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹരീഷിന് വല്ലാതെ ദേഷ്യം വരും. ഹരീഷ് ആക്സിലേറ്റർ പിടിച്ചിങ്ങനെ തിരിക്കും.